സാധാരണയായിട്ട് സ്ത്രീകൾ ഒരു 50 തൊട്ട് 60% വരെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വെള്ളപ്പോക്ക് അഥവാ അസ്ഥിയുരുക്കം. ചിലപ്പോൾ പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, എല്ലുരുകി പോവാണ് ഡോക്ടറെ, ഞാൻ മെലിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു അസുഖമായ വെള്ളപ്പോക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വെള്ളപ്പോക്കിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നത് ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കർ ഹോമിയോപ്പതി കൺസൾട്ടൻ്റാണ്, പണയമ്പലം. അപ്പോൾ ഈ വെള്ളപ്പോക്ക് സാധാരണയായിട്ട് നമ്മൾ അസ്ഥിയുരുക്കം എന്ന് പറയുന്നത് ശരിക്കും തെറ്റ് തന്നെയാണ്. ഇത് എല്ലുരുകി പോവുകയല്ല. സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഗർഭപാത്രം, അതിനോടനുബന്ധിച്ചുള്ള സെർവിക്സും അതിന് താഴെയായിട്ടുള്ള വജൈന, ഇവിടെ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആയിട്ടാണ് വെള്ളപ്പോക്ക് വരുന്നത്. ഇതൊരിക്കലും എല്ലുരുകി പോകുന്ന ഒരു അസുഖമല്ല. പലപ്പോഴും ഇത് നമ്മൾ സ്ത്രീകൾ പുറത്ത് പറയാതെ കൊണ്ട് നടന്ന് ഒത്തിരി വേഴ്സായ ചൊറിച്ചിലും സ്മെല്ലും ഒക്കെ വരുന്ന ഒരവസ്ഥയിലാണ് ഒ പിയിൽ വന്ന് അത് കാണിക്കുള്ളൂ. പലപ്പോഴും നമ്മളിത് പുറത്ത് പറയാൻ മടിച്ചിട്ട് മറച്ചു വെച്ചിട്ടാണ് ഈ അസുഖം കൂടുതലായിട്ട് മാറുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോർമലായിട്ട് സ്ത്രീകളിൽ ഈ പറയുന്ന ഗർഭപാത്രം, സെർവിക്സും വജൈനയുടെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ ഒരു നോർമലായിട്ട് ഇപ്പോൾ ഗട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു ബാക്ടീരിയൽ ഫ്ലോറ ഉള്ളതുപോലെ ഇതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഒരു മ്യൂക്കസ് ഡിസ്ചാർജ് ഈ യൂട്രസിലും വജൈനയിലും സെർവിക്സിലും ഉണ്ട്. അത് നേരിയ തോതിലുള്ള ഒരു വെള്ള കളറുള്ള അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള പോലത്തെ ഒരു ഡിസ്ചാർജാണ്. ഇതിനെയാണ് നമുക്ക് സാധാരണയായിട്ട് ഫിസിയോളജിക്കൽ ല്യൂക്കോറിയ, അതായത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ല്യൂക്കോറിയ എന്ന് പറയുന്നത്. ഇനി ഇത് എപ്പോഴാണ് ഇതൊരു രോഗാവസ്ഥയായിട്ട് മാറുന്നത് നോക്കാം. അതായത് രണ്ടാമത്തെ ഒരു വിഭാഗമായ പത്തോളജിക്കൽ ല്യൂക്കോറിയ. ഈ പാത്തോളജിക്കൽ ല്യൂക്കോറിയ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വഭാവത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വെള്ള കൊഴുത്ത ഒരു മുട്ടയുടെ വെള്ള പോലത്തെ അല്ലാതെ ഈ ഡിസ്ചാർജിൻ്റെ കളറിൽ, നിറത്തിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു തൈര് പോലെയോ കട്ടിയിൽ പൂപ്പൽ പോലെയോ അതല്ലെങ്കിൽ ഇതിന് മഞ്ഞ കളറ് അല്ലെങ്കിൽ പച്ച കളറ് അങ്ങനെ നിറം മാറി വരിക, അതിനോടൊപ്പം തന്നെ ചൊറിച്ചിൽ വരിക, അതിനോടൊപ്പം സ്മെല്ല് വരിക, ഈ ഒരു അവസ്ഥയാണ് ഇതൊരു രോഗാവസ്ഥയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ല്യൂക്കോറിയ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഓവുലേഷൻ്റെ സമയത്ത് ഒരു ആർത്തവ ചക്രത്തിൻ്റെ ഏകദേശം ആർത്തവം വരുന്നതിൻ്റെ മുമ്പും അതുപോലെ ശേഷവും, അതുപോലെ നമ്മൾ 28 ഡേയ്സ് സൈക്കിളാണെങ്കിൽ അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം നടക്കും ആ സമയത്തും, ഈ ഓവുലേഷൻ്റെ സമയത്തും ഈ വെള്ളപ്പോക്ക് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണ അവസ്ഥയിലും ഈ വെള്ളപ്പോക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ നാലാമതായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഈ ലാക്ടേഷൻ, മുലയൂട്ടുന്ന അമ്മമാരിലും ഈ വെള്ളപ്പോക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ വേറെ ഒരു കൊഴുത്ത ദ്രാവകം വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ, സെക്ഷൽ എറോസലിൻ്റെ സമയത്ത് വരുന്നതാണ്. ഇത് ല്യൂക്കോറിയ അല്ല, അത് നോർമലായിട്ട് വരുന്ന ഒരു മ്യൂക്കസ് ഡിസ്ചാർജാണ്. പിന്നെ നമ്മളിനി പത്തോളജിക്കൽ ല്യൂക്കോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കളറ്, ഇതിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഒരു രോഗാവസ്ഥയായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമുക്ക് വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ. ഫംഗൽ പറയുമ്പോൾ ഈസ്റ്റ്, പൂപ്പൽ പോലെയുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ട്രൈക്കോമോണാസ് ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷനുകളിൽ ഇങ്ങനെ വരാം. അപ്പോൾ ഇത് ഏത് തരമാണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ നോക്കാം. ആദ്യമായിട്ട് തന്നെ ഇതൊരു തൈര് പോലെയുള്ള വെള്ള കളർ കട്ടിയിലുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന, കാൻഡിഡ എന്ന് പറയുന്ന ഒരു ഫംഗസിൻ്റെ ഇൻഫെക്ഷനായിട്ടാണ് വരുന്നത്. ഇനി രണ്ടാമതായിട്ട് പിന്നെ നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഗ്രേയിഷ് കളറിൽ, ഒരു ചാരനിറത്തിലുള്ള അല്ലെങ്കിൽ ഗ്രേയിഷ് വൈറ്റ് കളറിലായിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ എപ്പോഴും ഇത് കുറച്ച് മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്തോറും ഇതിന് ചൊറിച്ചിലും അതുപോലെ തന്നെ സ്മെല്ലും ഉണ്ടാവും. ഈ സ്മെല്ലെന്ന് പറയുമ്പോൾ ഈ ചീഞ്ഞ മീനിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെയൊക്കെ പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്. ഇനി മൂന്നാമതായിട്ട് ട്രൈക്കോമോണാസ് ഇൻഫെക്ഷനിലാണെങ്കിൽ ഇത് പച്ച കളറിലോ മഞ്ഞ കളറിലോ ഒക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പച്ചയും മഞ്ഞയും കളറിലെ ഡിസ്ചാർജ്, ഈ സാധാരണയായിട്ടുള്ള ഇൻഫെക്ഷൻ ഇപ്പോൾ താഴെ വജൈനയിൽ മാത്രമല്ല അങ്ങ് നേരെ കയറി ഇപ്പോൾ യൂട്രസിൽ വരെ എത്തുന്ന അവസ്ഥയിൽ ഇതിൻ്റെ കാഠിന്യം കൂടുന്ന ഈ ഒരു കണ്ടീഷൻ പ്രോഗ്രസ് ആയി കുറേ നാൾ വെച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു അവസ്ഥയിലും കൂടുതലായ അവസ്ഥയിലും ഇങ്ങനെ കളറ് പച്ചയും മഞ്ഞയായിട്ടൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രൗണിഷ് അല്ലെങ്കിൽ ബ്ലഡിഷ് ആയിട്ടുള്ള ഡിസ്ചാർജുകളും കാണാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രോഗങ്ങളുണ്ട്. അതായത് പങ്കാളിയുടെ പല രോഗങ്ങളും ഇതുപോലെ പാർട്ട്ണറിൽ, അതായത് വൈഫിൽ രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ രണ്ട് പാർട്ട്നേഴ്സിനെയും ഒരുമിച്ച് ട്രീറ്റ് ചെയ്യണം എന്നുള്ള, രണ്ടുപേരുടെ ഇൻഫെക്ഷനും കൺട്രോൾ ആക്കണം. ഇനി ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷനുകൾ അല്ലാതെ, പുറമേ വരുന്ന ഒരു ഇൻഫെക്ഷൻ അല്ലാതെ തന്നെ നോർമലായിട്ട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നവരിൽ, അതുപോലെ ആൻറ്റിബയോട്ടിക്സിൻ്റെ അമിത ഉപയോഗമുള്ളവരിൽ, അതുപോലെ തന്നെ സ്റ്റീറോയിഡ്സ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിലൊക്കെ
ഇപ്പോൾ പലപ്പോഴും ഈ പെൺകുട്ടികൾ വയറുവേദന ആർത്തവ സമയത്ത് വയറുവേദന സഹിക്കാൻ വയ്യ ഡോക്ടറെ, ഞാനൊരു പെയിൻ കില്ലർ എടുത്ത് കഴിച്ചു, അങ്ങനെ ഒന്നല്ല ചിലപ്പോൾ 2-3 പെയിൻ കില്ലറൊക്കെ ഒരുമിച്ച് വേദന കുറയാനായിട്ട് കഴിക്കുന്നവരിൽ, അങ്ങനെ അമിതമായിട്ടുള്ള പെയിൻ കില്ലർ ഉപയോഗമുള്ളവരിലും അതുപോലെ ഈ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നവരിൽ അതും അമിത ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നോർമൽ ആയിട്ടുള്ള ഈ വജൈനൽ ഫ്ലോറ ഇത് ഈ ആൻറ്റിബയോട്ടിക്കുകൾ നശിപ്പിക്കും, അത് കാരണം അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടും. അതുപോലെ തന്നെ ഡയബറ്റിസ് ഉള്ള ഷുഗറുള്ള പ്രമേഹമുള്ള സ്ത്രീകളിലും അമിതവണ്ണമുള്ള സ്ത്രീകളിലും ഈ വെള്ളപ്പോക്ക് വരുന്നതായിട്ട് കാണാറുണ്ട്. അവിടെയൊക്കെ അവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അവർക്കിത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ മെനോപോസ് ഉള്ള, അതായത് ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിൽ ഈസ്ട്രോജൻ ഒക്കെ നമുക്ക് നോർമലായിട്ട് അവിടുത്തെ ഒരു പ്രൊട്ടക്ഷനുള്ള ഹോർമോൺസ് ആണ്. അപ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് അവർക്ക് കുറയും. ആ സമയത്തും ഈ ലൂക്കോറിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വന്ന് ഇതുപോലുള്ള വെള്ളപ്പോക്ക് പോലെയുള്ള ഡിസ്ചാർജസ് കാണാറുണ്ട്. പിന്നെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത് ചെറിയ കുട്ടികളിലാണ്. ചെറിയ കുട്ടികളിൽ പലപ്പോഴും വിരശല്യമുള്ള കേസുകളിലായിരിക്കും നമ്മളത് കുറച്ചുകൂടി കൂടുതലായിട്ട് കേസ് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് വിരശല്യം കോമൺ ആയിട്ട് കാണാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരെ വാഷ് ചെയ്യുന്ന അമ്മമാരാണ് അവിടെ ടേക്ക് കെയർ എടുക്കേണ്ടത്. പലപ്പോഴും വാഷ് ചെയ്യുമ്പോൾ കുട്ടികളെ നമ്മൾ പുറകുനിന്ന് മുമ്പോട്ടേക്ക് ഒരിക്കലും വാഷ് ചെയ്യരുത്. മുമ്പെന്നും ഈ സ്ത്രീകളുടെ ഒരു ഗുഹ്യഭാഗവും അതുപോലെ തന്നെ പിന്നെ മലദ്വാരം ഏകദേശം അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് വാഷ് ചെയ്യേണ്ടത് ഒരിക്കലും പുറകുനിന്ന് മുമ്പോട്ടല്ല, മുമ്പിന്ന് പുറകോട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മൾ ലൂക്കോറിയയുടെ പല കാരണങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിനോടനുബന്ധിച്ച് ഈ വെള്ളപ്പോക്ക് ഡിസ്ചാർജ് അല്ലാതെ തന്നെ ഇവർക്ക് ചൊറിച്ചിൽ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ പുകച്ചിലുണ്ടാവാം, മൂത്രം ഒഴിക്കുമ്പോൾ വേദനയുണ്ട്. അത് കൂടുതലായിട്ടും ഇത് ഇൻഫെക്ഷൻ വന്ന് ചൊറിഞ്ഞ് അവിടെ മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ വേദന ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ കോപ്പർട്ടി പോലെയുള്ള കോൺട്രാസെപ്റ്റീവ്സ് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ പലപ്പോഴും ഇവ ഉള്ളിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന സമയത്തും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ലൂക്കോറിയ കാണാറുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ ഏത് തരമാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അത് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേജസും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് വജൈനൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വജൈനൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇത് തീരെ വൃത്തിയില്ലാത്തവർക്കുണ്ട്, എന്നാൽ പലപ്പോഴും ഇത് വൃത്തിയില്ലാത്ത ഒരു അസുഖം ഉള്ളവർക്ക് വരുന്ന ഒരു അസുഖം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത് ആരും പുറത്ത് പറയാത്തത്. പക്ഷെ ഇത് വൃത്തി കൂടിയ ആൾക്കാർക്കും ഇത് വരുന്നുണ്ട്. വൃത്തി കൂടിയ ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ നോർമലായിട്ടുള്ള വജൈനൽ ഫ്ലോർ അവിടെ നശിപ്പിക്കപ്പെടും. ഈ വി വാഷ് അങ്ങനെ പേരെടുത്ത് പറയുന്നതുകൊണ്ട് അല്പം ബുദ്ധിമുട്ട്, എന്നാലും പറയാതിരിക്കാൻ വയ്യ. വി വാഷ് മാത്രമല്ല, അതുപോലെ തന്നെ ഡെറ്റോളൊക്കെ വെച്ച് കഴുകുന്ന പല പേഷ്യൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അമിതമായിട്ടുള്ള ഒരു വാഷിൻ്റെ ആവശ്യം അവിടെ ഇല്ല. നോർമൽ വാട്ടർ, സാദാ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക എന്നുള്ളതാണ്. അത് നമ്മൾ എല്ലാ യൂറിൻ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കി വെക്കുക. അതുപോലെ തന്നെ സെക്ഷലി ബന്ധപ്പെടുന്ന സമയത്ത് അതിന് ശേഷവും നല്ല വൃത്തിയാക്കി വെക്കുക എന്നുള്ളൊരു കാര്യമാണ് വജൈനൽ ആ ഭാഗത്തുള്ള ഒരു വൃത്തിയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഇന്നർവെയർസ്. അപ്പോൾ പലപ്പോഴും കോട്ടൻ്റെ ഇന്നർവെയർ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ കോട്ടൺ അല്ലാത്ത സിന്തറ്റിക് ആയിട്ട് വരുന്ന ബനിയൻ പോലെയുള്ള അല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ ഒക്കെ ഇന്നർവെയർസ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കളറും അതിൻ്റെ ഡിസൈനിലൊക്കെ അട്രാക്റ്റഡ് ആയിട്ടായിരിക്കും പലരും അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അസുഖമുള്ള ആൾക്കാർ, ഈ ലൂക്കോറിയ പോലെയുള്ള വെള്ളപ്പോക്കിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ ഈ കോട്ടൻ്റെ ഇന്നർവെയർസ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വാഷ് ചെയ്യുന്ന കാര്യത്തിലും ഈ അമിതമായിട്ട് വൃത്തിയുള്ള ആൾക്കാരുടെ ഈ വാഷ് ചെയ്യുന്ന കാര്യത്തിലും ഒരു കാര്യം പറയാനുണ്ട്. ഇവർ ഹാർഡായിട്ടുള്ള കാഠിന്യം കൂടിയ ഡിറ്റർജൻസ് ഉപയോഗിക്കും. പല കെമിക്കൽസും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. പലപ്പോഴും ഇത് വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊക്കെ കഴുകിയിട്ടുണ്ടാവും, എന്നാലും അതിൽ ഇത്തിരി പാർട്ടിക്കിൾസൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അലർജി കാരണം ഇവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് വാഷ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മൈൽഡ് ഡിറ്റർജൻസ് ഉപയോഗിക്കുക. എന്നിട്ട് അത് വൃത്തിയായിട്ട് വെയിലത്ത് വെച്ച് തന്നെ ഉണക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചൊറിച്ചിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ ഇസ്തിരി ഇട്ട് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നാവും. ഇനി വൃത്തിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ മെൻസ്ട്രൽ ഹൈജീൻ അത് വൃത്തിയായിട്ട് നോക്കുക. അതായത് മെൻസസിൻ്റെ സമയത്തും പാഡ് കറക്റ്റ് 2 മണിക്കൂർ അല്ല 3 to 4 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് പാഡ് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചില ആൾക്കാരിൽ ഈ പാഡിൻ്റെ അലർജിയും കാണാറുണ്ട്. അപ്പോഴും അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി നോക്കി
തിരഞ്ഞെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പിലേക്ക് മാറുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സ്വകാര്യ ഭാഗങ്ങളിലെ ഹെയർസ് കറക്റ്റ് സമയത്ത് തന്നെ ട്രിം ചെയ്ത് വെക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ മരുന്നുകളുടെ അമിത ഉപയോഗം, ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും ഒക്കെ പോലെയുള്ള മരുന്നുകളുടെ അമിത ഉപയോഗം തീർച്ചയായിട്ടും കുറയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ വിരശല്യമുള്ള കുട്ടികളാണെങ്കിൽ ആദ്യം വിരശല്യം, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വിരശല്യം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ വിരശല്യമുള്ള കുട്ടികൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ടു ബാക്ക് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയുടെ അമിത ഉപയോഗം കുറയ്ക്കുക. ഇപ്പോൾ ഈ പൊണ്ണത്തടി ഉള്ളവർക്കും ഈ വെള്ളപ്പോക്ക് കാണാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, പഞ്ചസാരയുടെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും ഒക്കെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുക എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇതൊരു ഇൻഫെക്ഷനാണ്. ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. ഭക്ഷണത്തിൽ ധാരാളമായിട്ട് പ്രീബയോട്ടിക്കും അതുപോലെ തന്നെ പ്രോബയോട്ടിക്കും ഉൾപ്പെടുത്തുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് പ്രോബയോട്ടിക് നമുക്കറിയാം, തൈര്, മോര് പോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ അപ്പം, ദോശ അങ്ങനെയൊക്കെയുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള നമ്മൾ പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഇതിന് നല്ലതായിട്ട് കാണാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക പോലെയുള്ള കൊഴുപ്പുള്ള ചെറിയൊരു കൊഴുപ്പുണ്ടല്ലോ, നമ്മളത് കട്ട് ചെയ്യുമ്പോഴൊക്കെ കാണുമല്ലോ, അതുപോലെയുള്ള കൊഴുപ്പുള്ള മറ്റൊരു ഭക്ഷണം പറയുകയാണെങ്കിൽ നമ്മുടെ വാഴപ്പിണ്ടി, ഇതൊക്കെയാണ് പ്രീബയോട്ടിക് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഈ കൊഴുപ്പുള്ള സാധനങ്ങൾ, എസ്പെഷ്യലി വെജിറ്റബിൾസ് ആണ് കൂടുതലായിട്ട് ഫൈബർ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മറ്റൊരു ഹോം റെമഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നെല്ലിക്ക. ഉണക്ക നെല്ലിക്ക പൊടിച്ചിട്ട് നമുക്ക് കലക്കി കുടിക്കുകയോ അതോ അങ്ങനെ തന്നെ കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിന് നല്ലതാണ്. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇഞ്ചി പോലെയുള്ളവയൊക്കെ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സുലഭമായിട്ടുള്ള കരിക്കിൻ വെള്ളം, ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തണ്ണിമത്തനും ഒക്കെ ഈ ലുക്കോറിയ ഉള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ഹോം റെമഡിയാണ് മല്ലി ഇട്ട വെള്ളം. തലേന്ന് രാത്രി മല്ലി, ഒരു 2 സ്പൂൺ മല്ലി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് ആ വെള്ളം നമുക്ക് അരിച്ചിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെള്ളപ്പോക്കിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതിനോടൊപ്പം ചേർക്കാനുള്ളത്, ചിലപ്പോൾ ഈ വെള്ളപ്പോക്ക് കാരണം വെയിറ്റ് ലോസ് വരാറുണ്ട്. അത് ഇൻഫെക്ഷൻ കൺട്രോൾ ആവാത്തത് കൊണ്ട് വരുന്ന ഒരു വെയിറ്റ് ലോസ് ആണ്. അത് പലപ്പോഴും അമ്മമാർ പറയുന്നത് വെള്ളപ്പോക്ക് കാരണം കുട്ടി ആകെ മെലിഞ്ഞ് ശോഷിച്ചു പോവാണ്. തീർച്ചയായിട്ടും ആ സമയത്ത് ഇത് എല്ലുരുകി പോവാണെന്നല്ല വിചാരിക്കുക. ഇൻഫെക്ഷൻ കാരണം, ഇൻഫെക്ഷൻ കൂടിയത് കൊണ്ടാണ് ഇവർക്ക് ഈ വെയിറ്റ് ലോസ് ഒക്കെ സംഭവിക്കുന്നത്. പലപ്പോഴും ഇതിനോടൊപ്പം തന്നെ ഇത് കൂടുന്ന സമയത്താണ് നമുക്ക് അടിവയറ് വേദന, അതുപോലെ തന്നെ ഊരവേദന. അത് പലപ്പോഴും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും മനസ്സിലാവാറില്ല. ചെറിയ ഊരവേദനയൊക്കെ ഉണ്ട്, അത് പലപ്പോഴും ഇത് ആൾക്കാരെ അവോയ്ഡ് ചെയ്യും. പക്ഷേ ഈ ഊരവേദനയും ഇൻഫെക്ഷൻ കൂടുന്ന സമയത്താണ് ഊരവേദനയും അടിവയറ് വേദനയൊക്കെ ഇതിനോടനുബന്ധിച്ച് കാണുന്നത്. അപ്പോൾ ഇത്രയും സിംറ്റംസ്, ഇത്രയും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹോം റെമഡീസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നില്ല, അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുറത്ത് പറയാൻ മടിയുള്ള എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇനി ഇതുപോലെയുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.